ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കർണാടകയിലോട്ടാണ്. കർണാടകയിലെ ഗോപാലസ്വാമി ടെമ്പിളും ഗുണ്ടൽപേട്ടും ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളെ ഇന്നത്തെ യാത്ര. പോകുന്ന വഴികൾ മുഴുവൻ വളരെ അതിമനോഹരമായ കാഴ്ചകളാണ്. പശുക്കളും വയലുകളും പൂക്കളാൽ നിറഞ്ഞ വയലുകളും മറ്റുമൊക്കെ ആയിട്ട് വളരെയധികം നല്ല കാഴ്ചയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും. ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ച ഗുണ്ടൽപേട്ടിലുള്ള കാഴ്ചകളാണ്. ഓണക്കാലത്ത് നമ്മളെ വിപണി ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഗുണ്ടൽപേട്ടിലെ ഈ പൂന്തോട്ട വയലുകൾ ചെയ്തിരിക്കുന്നത്. ഓണക്കാലത്ത് നമ്മളെ നാട്ടിലേക്ക് വരുന്ന ഭൂരിഭാഗം പൂക്കളും ഈ ഗുണ്ടൽപേട്ടിൽ നിന്ന് തന്നെയാണ് നമ്മളെ നാട്ടിലേക്ക് എത്തിച്ചേരാറ്. ട്രാക്ടറുകളും ഈ വയലുകളിൽ കാണുന്ന ചെത്തിപ്പൂക്കളും എല്ലാം വളരെയധികം മനസ്സിന് കുളിർമയേകുന്നതാണ്. ഈ കാഴ്ചകളെല്ലാം ഈ സ്ഥലത്തെ വളരെയധികം മനോഹരമാക്കുന്നുണ്ട്. ചെറിയ ചെറിയ വഴിയോര കച്ചവടങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. രണ്ട് റോഡിൻ്റെ സൈഡിലും പൂന്തോട്ടങ്ങളായ വയലുകളാണ് കാണുന്നത്. സൂര്യകാന്തികളും ചെണ്ടുമല്ലികളും ആണ് ഇവിടെ കൂടുതലായും കാണുന്നത്. ഇപ്പോൾ കാണുന്നത് നമ്മൾ സൂര്യകാന്തി തോട്ടത്തിലുള്ള നമ്മളെ കുറച്ച് വീഡിയോസാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളും ഒരു ചെറിയ കുട്ടികളായി പോവും. കണ്ണെത്താ ദൂരത്തോളമാണ് ഇവിടുത്തെ സൂര്യകാന്തി പൂന്തോട്ടമുള്ളത്. വയലുകൾ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇവിടെയുള്ള കർഷകർ നമ്മളെ കേരളത്തിലെ വിപണി, ഓണക്കാല വിപണിയെ ആശ്രയിച്ച് നടത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ ഓണക്കാലം കഴിയുന്നതിന് മുന്നേ തന്നെ ഈ തോട്ടങ്ങൾ കാണാൻ വരിക. കാരണം ഓണക്കാല വിപണി ഇത് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന പൂന്തോട്ടം ആയതുകൊണ്ട് തന്നെ ഓണക്കാലം കഴിയുമ്പം തന്നെ ഇതിൻ്റെ എല്ലാ ഇതും പറിച്ച് നമ്മളെ വിപണികളിൽ എത്തിക്കഴിയും. പിന്നീട് ഈ തോട്ടങ്ങളിൽ ഇത്ര പൂക്കളൊന്നും കാണാൻ കഴിയില്ല. അടുത്തായിട്ട് നമ്മളെത്തിയത് ചെണ്ടുമല്ലീൻ്റെ തോട്ടത്തിലാണ്. ചെണ്ടുമല്ലി തോട്ടം ഇതുപോലെ തന്നെ കണ്ണെത്താ ദൂരത്തോളം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരാണ് ഈ ട്രിപ്പിന് പോയത്. അത് കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു ഹോട്ടലിലേക്കാണ് ഭക്ഷണം കഴിക്കാനായി. കേരളീയ ഭക്ഷണമാണ് കിട്ടുക. അതുകൊണ്ട് എല്ലാവരും നമ്മളങ്ങനെ ഇവിടെ ഗ്രീൻ വാലി എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് വരിക. ഭയങ്കര തിരക്കാണ്. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ചോറും ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ ചായ കുടിച്ചു. നമ്മളിവിടെ നിന്ന് ചായ കുടിച്ചു. റോഡ് സൈഡ് നല്ല ചായ കിട്ടും. ഇവിടെയുള്ള ഒരു ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളാണ്. അതിനുശേഷം ഞങ്ങൾ ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ബസ്സിൽ സീറ്റിന് കണക്കായിട്ടേ ആളെല്ലാം കയറുന്നുള്ളൂ. പിന്നെ അടുത്ത ബസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിലാണ് എല്ലാവരും പോകാൻ നോക്കുന്നത്. ഏകദേശം 2 മണിക്കൂറായി നമ്മൾ ലൈൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ ബസ് വന്ന്. ഇനി എല്ലാവരും ലൈനായിട്ട് ഈ ബസ്സിൽ ഇങ്ങനെ കയറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ ടീമെല്ലാവരും ഒന്നിച്ച് തന്നെയുണ്ട്. ഇനി ഒരേ ടീമിൽ കയറണം. നമ്മൾ ഈ ബസ് പോയി. ഇനിയിപ്പോൾ അടുത്ത ബസ് അവിടെ വന്നിട്ടുണ്ട്. ആളെ ഇറക്കിയിട്ട് അതിൻ്റെ അകത്ത് സീറ്റിന് കണക്കായിട്ട് ആളെ കയറ്റുന്നുള്ളൂ. 70 രൂപയാണ് ഇവിടുന്ന് അവിടത്തേക്ക് കൊണ്ട്. അങ്ങനെ നമുക്കെല്ലാം സീറ്റ് കിട്ടി. നമ്മളെല്ലാം അമ്പലത്തിലേക്ക് പോകുന്നത് എല്ലാം സീറ്റിലാളെല്ലാം നിറഞ്ഞു. നമ്മളെ അവരെല്ലാം എല്ലാവരും. അപ്പം നമ്മളിനി പോകാൻ പോകുന്നത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ കേരളത്തിൽ നിന്നാണ് ഗുണ്ടല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച ഗോപാലസ്വാമി മലയുടെ അടിയിലുള്ള കർണാടക ചെക്ക് പോസ്റ്റിൽ എത്താനാവും. അവിടെ നിന്ന് കർണാടക സർക്കാർ ഇതാക്കുന്ന ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഈ മലേൻ്റെ എല്ലാം പ്രത്യേക ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഇവിടെയൊക്കെ പെട്ടെന്നാണ് ഇവിടുന്ന് കാലാവസ്ഥയൊക്കെ മാറി മാറി വരിക.
ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ വളരെയധികം മനോഹരമായ കാലാവസ്ഥയായിരിക്കും. ഇവിടെ എപ്പോഴും വളരെയധികം നല്ല തണുത്ത കാറ്റിങ്ങനെ വീശി അടിക്കുന്നുണ്ടാവും. ഈ ചുരമെല്ലാം കയറി പോകുമ്പം തന്നെ താഴ്വരയിലെ കൃഷിയിടങ്ങളും പ്രകൃതിയുടെ ഭംഗിയും വളരെ മനോഹരമായിട്ട് കാണാം. ഈ റോഡിൽ കൂടെ പോകുന്ന പശുക്കളും അതൊക്കെ നമുക്ക് വളരെയധികം മനസ്സിന് കുളിരേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ ഗോപാലസ്വാമി മലകളിൽ വന്യജീവികളും അതുപോലെ തന്നെ ആനകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഞങ്ങളെത്തിയത് ഒരു ഉച്ച സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോടൽമഞ്ഞോ കാര്യങ്ങളോ ഒന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും വരുമ്പോൾ രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ല കുളിർമയേകുന്ന കോടൽമഞ്ഞും ആ മനോഹരമായ ഒരു കാഴ്ചപ്പാടൊക്കെ നമുക്ക് വളരെയധികം നന്നായിട്ട് കാണാനാവും. അപ്പോൾ ഗുണ്ടൽപേട്ടിലെയും ഗോപാലസ്വാമി ക്ഷേത്രത്തിലെയും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണുള്ളത്. ഇത് ഞങ്ങളൊരു ദിവസത്തെ ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ പോയതാണ്. ആർക്കും അത് ഒരു ദിവസം ഇറങ്ങാവുന്ന ഒരു സൺഡേ ഒക്കെ നമുക്ക് നല്ലതായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും പൂക്കളും മറ്റൊക്കെ കാണിക്കൽ ഓണത്തിൻ്റെ ഈ സമയത്ത് തന്നെ പോകാൻ നോക്കുക. എന്നാലേ പൂന്തോട്ടങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ അടിച്ചുപൊളി 1 ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.